ഇടുക്കി രാജാക്കാട് സാമൂഹിക വിരുദ്ധർ കാരണം ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് ഒരു ഓട്ടോ തൊഴിലാളിയും കുടുംബവും. രാജാക്കാട് കൊച്ചുമുല്ലക്കാനം സ്വദേശി രാജേഷിന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ 3 തവണയാണ് സാമൂഹിക വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. 3 തവണയും പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കടം വാങ്ങിയും സിസി ഇട്ടും രാജേഷ് വാങ്ങിയ 3 ഓട്ടോറിക്ഷകളാണ് സാമൂഹ്യ വിരുദ്ധർ ഒന്നിനു പുറകെ ഒന്നായി അഗ്നിക്കിരയാക്കിയത്. ഓരോ തവണയും പരാതി നൽകും. പോലീസ് അന്വേഷണം നടത്തുമെങ്കിലും എങ്ങും എത്താതെ അവസാനിപ്പിക്കും. ആദ്യം ഓട്ടോ കത്തിച്ചപ്പോൾ പോലീസ് നിർബന്ധിച്ച് പരാതി പിൻവലിപ്പിക്കുകയും ചെയ്തു. പിന്നീടും ആവർത്തിച്ചതോടെ ഇടുക്കി എസ്പിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകി. പക്ഷേ ഫലമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ വാങ്ങിയ ഓട്ടോറിക്ഷയിൽ രാജേഷ് CCTV ഘടിപ്പിച്ചു. ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരാൾ ഓട്ടോറിക്ഷയ്ക്ക് തീയിടുന്നത് CCTVയിൽ പതിയുകയും ചെയ്തു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിട്ടും പോലീസ് കേസന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാണ് രാജേഷിന്റെ ആരോപണം. ഏക വരുമാനം നിലച്ചതോടെ നിത്യവൃത്തിക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് രാജേഷും കുടുംബവും. എന്റെ വാഹനം 3 തവണയായി കത്തിപ്പോയിട്ടുണ്ട്. ആരോ തീ വെച്ച് മനഃപൂർവ്വം നശിപ്പിച്ചതാണ്. 3 തവണയും രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്ത് അവർ അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണം നിലവിൽ ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. അവസാനം കഴിഞ്ഞ 17-ാം തീയതി ഡിസംബർ 17-ന് രാത്രി 1:30 എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിക്കുകയും അത് CCTVയിൽ പതിയും ചെയ്തിട്ടുള്ളതാണ്. ആ CCTV ഫുട്ടേജ് വരെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടും ആ തെളിവുകളൊന്നും മതിയായ തെളിവുകളല്ല എന്നും പറഞ്ഞ് അന്വേഷണം ഇങ്ങും എത്തുന്നില്ലാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തിയാൽ തിരിച്ചുപോയെന്ന് കരുതുന്ന ബൈക്കിനെ സംബന്ധിച്ചും സൂചനകളുണ്ടെന്നാണ് രാജേഷ് പറയുന്നത്. പക്ഷേ സമീപത്തുള്ള CCTVകൾ പരിശോധിക്കുന്നതിനോ വാഹനം കണ്ടെത്തുന്നതിനോ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട സംശയമുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം മറ്റൊരു ഏജൻസി ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് രാജേഷ്. ജനം, ഇടുക്കി.